നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വേമ്പനാട്ടുകായലിൽ പുന്നമടയിലെ നെട്ടായം ശനിയാഴ്ച ഉണരും. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത്. കായലിന്റെ 1150 മീറ്റർ നീളത്തിൽ 4 ട്രാക്കുകളിലായി ചാലുകീറി വെള്ളത്തിലെ കരിവീരന്മാർ കുതിച്ചുപായും. രാവിലെ 11 മുതലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണ 21 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ചുരുളൻ വിഭാഗത്തിൽ 3-ഉം, ഇരുട്ടുകുത്തി എ വിഭാഗത്തിൽ 5-ഉം, ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ 18-ഉം, ഇരുട്ടുകുത്തി സി വിഭാഗത്തിൽ 14-ഉം, വെപ്പ് എ വിഭാഗത്തിൽ 5-ഉം, വെപ്പ് ബി വിഭാഗത്തിൽ 3-ഉം, തെക്കനോടി തറ വിഭാഗത്തിൽ 2-ഉം, തെക്കനോടി കെട്ട് വിഭാഗത്തിൽ 4-ഉം ഉൾപ്പെടെ ആകെ 75 യാനങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2-ന് ജലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സിംബാബ്വെ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി പങ്കെടുക്കും. രാവിലെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനലും നടക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ വൈകിട്ട് 4-നാണ്. മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനലിൽ പോരാടുക. വള്ളങ്ങൾ ഫിനിഷ് ചെയ്ത സമയം മില്ലി സെക്കൻഡ് വരെ രേഖപ്പെടുത്തും. ഒന്നിലേറെ വള്ളങ്ങൾ ഒരേ സമയം കുറിച്ചാൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കും. വള്ളംകളി പ്രമാണിച്ച് കൂടുതൽ ബസ്, ബോട്ട് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.